എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കാക്കാഷി മാസ്റ്റർ ആളാണെങ്കിൽ സമരൻ ജിപ്സുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. സാധാരണ സമരൻ ജിപ്സു നമ്മളുടെ ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. നമ്മൾ എവിടെ വെച്ച് സമരൻ ക്രിയേറ്റ് ചെയ്യുന്നോ അവിടെ ആയിരിക്കും ആ ഒരു സമരൻ ആനിമൽ ഉണ്ടാവുക. പക്ഷേ ഈ കാണുന്ന സമരൻ ആനിമൽ മറ്റേതൊരു യൂണിവേഴ്സിൽ നിന്നാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇതിനങ്ങനെ എളുപ്പത്തിലൊന്നും ഇവിടേക്ക് വരാൻ കഴിയില്ല. ചില നിബന്ധനകൾ അത് കടന്നു മാത്രമേ ഇതിനിവിടേക്ക് എത്താൻ കഴിയൂ. അപ്പൊ അതേസമയം നമ്മുടെ നറൂട്ടോ അവനാണെങ്കിൽ അവന്റെ സേജ് ജിപ്സ് ഉപയോഗിച്ച് അവിടെ മുഴുവൻ അന്വേഷിക്കുകയാണ്. ആ ഒരു അനിമലിന്റെ പൊടി പോലും അവിടെ എവിടെ ഉണ്ടാവില്ല. ഉടനെ സായി പറയും, ഞാനും എന്റെ പവർ ഉപയോഗിച്ച് ഇവിടെ മുഴുവൻ അന്വേഷിച്ചു, അതിനെവിടെയും എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അതിന് കാക്കാഷി തീർച്ചയായിട്ടും അത് ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു ഡയമെൻഷനിലേക്ക് പോയിട്ടുണ്ടാവും. അതൊരു ബോംബാണ്, എവിടെയെങ്കിലും ചെന്ന് അത് ഉറപ്പായിട്ടും പൊട്ടിത്തെറിക്കും. കട്ട് ചെയ്ത ഇവിടെ ബൊറൂട്ടോ അവനാണെങ്കിൽ ആ ഡയമെൻഷനിലൂടെ എവിടേക്ക് പോവാണ്. അതേസമയം ഇവിടെ ആ ആനിമൽ വന്ന സ്ഥലം അവിടെ മുഴുവൻ പോലീസുകാരെല്ലാവരും ചേർന്ന് സീൽ ചെയ്ത് കഴിഞ്ഞു. ഷിക്കടയ്ക്കാണെങ്കിൽ അവന്റെ ടെൻഷൻ കയറി വരും. ഒരുപാട് നേരമായി ഞാൻ ബൊറൂട്ടോയെ അന്വേഷിക്കുന്നു, ഇതുവരെ അവനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉടനെ ഇനോജിൻ അവൾ ദൂരത്തായിട്ട് എന്തോ ഒന്ന് കാണിച്ചു കൊടുക്കും. ഒരുപക്ഷെ ബൊറൂട്ടോ അവൻ അവിടേക്ക് പോയിട്ടുണ്ടെങ്കിലോ. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവരിപ്പോ മുകളിൽ എന്തോ ഒരു സംഭവം കണ്ട് അത് ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങും. ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ വമ്പ ഫോഴ്സിൽ എവിടേക്കോ ചാടി വീഴാണ്. ബൊറൂട്ടോ ആണെങ്കിൽ എന്തൊക്കെയോ ചില വള്ളികളിലൊക്കെ കുടുങ്ങി താഴേക്ക് വീഴും. നീ എവിടെയാണ്, ശരിക്കും എന്താ ഇവിടെ സംഭവിക്കണമെന്ന് പറഞ്ഞ് അവൻ മുൻപോട്ട് വരുമ്പോ അവന്റെ തൊട്ടു മുൻപില് ഒരു മോൺസ്റ്റർ പവറിനെ അവൻ കാണും. ഓ, അപ്പൊ ഇത് ഇവിടെ വെച്ചാണ്. അപ്പൊ ഈ ഒരു മോൺസ്റ്റർ അത് കണക്റ്റഡ് ആയിരിക്കുന്നത് ഇവിടെ നിന്നാണ്. അടുത്ത സെക്കൻഡ് ആ ഒരു ആനിമല് അതിപ്പോ ബൊറൂട്ടോയ്ക്ക് നേരെ എടുത്ത് ചാടുകയാണ്. ബൊറൂട്ടോ ദേഷ്യപ്പെട്ട് പറയും, സത്യം പറയും, ഞങ്ങളുടെ ക്ലാസ് റെപ്പ് അതിനെ നീ എന്ത് ചെയ്തു? എനിക്ക് തിരികെ വേണം. ആക്ച്വലി ബൊറൂട്ടോയ്ക്ക് അവൻ അറിയില്ല ക്ലാസ് റെപ്പാണ് സമരൻ ജിപ്സ് ഉപയോഗിച്ച് ഇതിനെ എവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. പക്ഷെ അനിമൽ ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ബൊറൂട്ടോ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അതിനെ വെട്ടിത്തെറിപ്പിച്ച് ഓരോ ഭാഗത്തേക്ക് ഓടും. അവൻ വീണ്ടും വീണ്ടും ഞങ്ങളുടെ ക്ലാസ് റെപ്പ് അവളെ തിരികെത്താ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും ഒരുപോലെ വരും. അവന്റെ കണ്ണ് ചേഞ്ച് ആവും. പവർ അങ്ങനെ അവേക്കനായി ഫുൾ കലിപ്പില് ഇപ്പൊ ഒരു റാഡ് എടുത്ത് ബൊറൂട്ടോ ആ മോൺസ്റ്ററിന്റെ നെറ്റിയിൽ തന്നെ ആഞ്ഞു കുത്തുകയാണ്. ബറൂട്ടോ ആണെങ്കിൽ അതിന്റെ വാലിന്റെ സൈഡിലായി എന്തോ ഒരു പവർ അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണും. ആ അനിമൽ ഇപ്പൊ ബറൂട്ടോയുടെ നേർക്ക് എടുത്തു ചാടും. കറക്റ്റ് ടൈം മെയ്ച്ചിയ അവൻ ബൊറൂട്ടോയെ എടുത്ത് ഇപ്പോ സേഫായ ഒരു സ്ഥലത്തേക്ക് പോവും. ബൊറൂട്ടോ ആണെങ്കിൽ മെയ്ച്ചയെ കണ്ട് ഷോക്കാവും. നീ എങ്ങനെ ഇവിടേക്ക് എത്തി? നമ്മുടെ ക്ലാസ് റെപ്പ് എവിടെ? അതിനവൻ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, അവള് സേഫ് ആണ്, നമുക്ക് എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തണം എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ആനിമല് അതങ്ങനെ ചാടി വന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബൊറൂട്ടോ നിലവിളിച്ചു പറയും, മീറ്റ്സിയ ആ ആനിമലിനെ നീ കുറച്ചു നേരത്തേക്ക് കൺട്രോൾ ചെയ്യ്. ഉടനെ മീറ്റ്സിയ അവൻ എയർ പമ്പ്സ് ഉപയോഗിച്ച് അതിനെ ദൂരേക്ക് തെറിപ്പിക്കാൻ തുടങ്ങും. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ മുകളിലേക്ക് ചവിട്ടി അങ്ങനെ സ്പീഡിൽ കയറും. ബൊറൂട്ടോ അവൻ പോകുന്ന വഴിയിലെല്ലാം ഒരുപാട് പേപ്പർ ബോംബുകൾ അങ്ങനെ കുത്തി ഇപ്പൊ ആനിമലിനെ നേരിടാൻ ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. അതിനുശേഷം താഴേക്ക് എടുത്തു ചാടി അതിന്റെ മെയിൻ പോയിന്റിൽ തന്നെ ഒരൊറ്റ കുത്ത്. അത് വേദന കൊണ്ട് ഇപ്പൊ നിലവിളിക്കാൻ ആരംഭിക്കും. അടുത്ത സെക്കൻഡ് ബൊറൂട്ടോ അവൻ പേപ്പർ ബോംബ് കണക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു വലിയ റോപ്പ് താഴേക്ക് വീണ് ആ ഒരു ആനിമല് അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് ബൊറൂട്ടോയും മെയ്റ്റ്സയും അവർ രണ്ടുപേരും ഇപ്പൊ ആനിമലിന്റെ അടുത്തേക്ക് വരും. അതിപ്പോഴും പൂർണ്ണമായിട്ട് തകർന്നിട്ടില്ല, അതിന് ജീവനുണ്ട്. മെയ്റ്റ്സിയ പറയും, ഇനി ഇതിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് ഒരു ഫയർ സ്റ്റൈൽ സ്നേക്കിനെ തന്നെ ക്രിയേറ്റ് ചെയ്ത് അത് വെച്ച് അതിനെ അറ്റാക്ക് ചെയ്യാണ്. അടുത്ത നിമിഷം ഒരു വാട്ടർ സ്റ്റൈല് അത് അവിടേക്ക് വന്ന് മീറ്റ്സിയുടെ പവർ ഇല്ലാതാക്കും. ക്ലാസ് റെപ്പ് ദേഷ്യപ്പെട്ട് പറയും, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അനിമലിനെ തന്നെ നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കും. ഇതെന്റെ മെയിൻ പവർഫുൾ ടൂളാണ്, ഇതിന്റെ ബോഡിയിൽ ഒരു പോറൽ പോലും ഏൽക്കാനായിട്ട് ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. ബൊറൂട്ടോ അവളോട് പറയും, ദയവ് ചെയ്ത് നീ ഞങ്ങളുടെ കൂടെ തിരികെ വരണം, നമുക്ക് എത്രയും പെട്ടെന്ന് ലീഫ് വില്ലേജിലേക്ക് പോവാം. അതിന് അവള് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ആ ലീഫ് വില്ലേജ് അത് തകർക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടേക്ക് വന്നതുപോലും. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇതെന്റെ അച്ഛന്റെ മിഷനാണ്, അച്ഛന് വേണ്ടി ഉറപ്പായിട്ടും ഞാനിത് കംപ്ലീറ്റ് ചെയ്യും. ആ ഗ്രേറ്റ് നിഞ്ച വാർ, അതിനുശേഷം ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും ചേർന്ന് എന്റെ അച്ഛനെ അമ്മയും ഇവിടുന്ന് തല്ലി ഓടിച്ചു. എല്ലാവരെയും പേടിച്ച് വരച്ച് ഞങ്ങളുടെ ജീവിതം അത് നരക തുല്യമായിരുന്നു. അതിനുശേഷം എന്റെ പപ്പ എന്നെ ഒരു വെപ്പനാക്കി മാറ്റി. അപ്പ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് അവളുടെ പപ്പ എന്തൊക്കെയോ ജിപ്സും ഒക്കെ ഉപയോഗിച്ച് അവളുടെ ബോഡിയിൽ ഒരുപാട് എനർജിയൊക്കെ
ഫില്ല് ചെയ്യാണ്. അവളുടെ പപ്പയുടെ ദേഷ്യവും വൈരാഗ്യവും ഇങ്ങനെ എല്ലാം ചേർന്ന് ഒരു നെഗറ്റീവ് പവർ അവൾ ഇഞ്ചക്ട് ചെയ്യാണ്. ഒരു സമരം ജിപ്സ് ഉപയോഗിച്ച് ആ ഒരു ആനിമലിനെ അവനിപ്പോ അവളുടെ ബോഡിയിൽ സീൽ ചെയ്ത് അവിടെ വെച്ച് താഴെ വീണ് മരിക്കുകയാണ്. കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പൊ അവളുടെ ബോഡിയിൽ നിന്ന് ആ ഒരു പവർ പുറത്തേക്ക് വരും. അവൾ വാട്ടർ സ്റ്റൈൽ വെച്ച് വീണ്ടും ബൊറൂട്ടോയ്ക്കും മീറ്റ്സുകയ്ക്ക് നേരെ ആഞ്ഞടിക്കും. അടുത്ത സെക്കൻഡ് മീറ്റ്സുകയും ക്ലാസ് റെപ്പും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. കൊച്ചുമാറും എങ്ങനെ ഫൈറ്റ് ചെയ്യും അതേ സ്റ്റൈല് തന്നെയായിരിക്കും ഇപ്പൊ മീറ്റ്സുകി അവളോട് ഫൈറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ നീ കേക്കില്ലല്ലേ എന്ന് പറഞ്ഞ് ഇപ്പൊ മീറ്റ്സിയ അവൻ വീണ്ടും അവന്റെ പാമ്പിനെ ഉപയോഗിച്ച് അവളെ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ ചാടി അടുക്കും. അത് കണ്ട ബറൂട്ടോ അവൻ ചാടി വീണ് അവർ രണ്ടുപേരെയും തട്ടിത്തെറിപ്പിക്കും. അവള് തെറിച്ചു വീണ് അവളുടെ കയ്യിലുള്ള കത്തി അതങ്ങനെ കൈവിട്ടു പോവാണ്. ഉടനെ അവൾ ആ കത്തി എടുത്ത് ബൊറൂട്ടോയുടെ കയ്യിൽ കുത്തിയിറക്കും. പക്ഷെ ബൊറൂട്ടോ അപ്പോഴും അവളോടൊന്നും പറയില്ല. അവൻ മീറ്റ്സിയോട് പറയും, ദയവ് ചെയ്ത് അവൾ അറ്റാക്ക് ചെയ്യരുത്, അവൾ നമ്മുടെ ക്ലാസ് റെപ്പാണ്, നമ്മളില് ഒരാളാണ്. മീറ്റ്സിയൊക്കെയാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. ഇത്രയൊക്കെ നടന്നിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ലേ, അവൾ നമ്മുടെ എല്ലാവരുടെയും പവർ അബ്സോർബ് ചെയ്തെടുത്ത് നമ്മുടെ ഗ്രാമം അത് നശിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിന് ബൊറൂട്ടോ പറയും, ഒരിക്കലുമല്ല, അവളുടെ ഉള്ളില് ഒരു നല്ല മനസ്സുണ്ട്, ഞാനത് പലപ്പോഴും നേരിട്ട് കണ്ട് അനുഭവിച്ചവനാണ്. നമ്മുടെ ഓരോ ബുദ്ധിമുട്ടുകളിലും അവൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ക്ലാസ് റെപ്പായി, അതിനുപരി വലിയൊരു സപ്പോർട്ടറായി, മെന്ററായി അവൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ അവളൊരു പാവമാണ്. അത് കേട്ട് ക്ലാസ് റെപ്പ് അവൾ ഷോക്കാവും. അത് കേട്ട് മീറ്റ്സിയ അവൻ ചിരിക്കും. സത്യത്തിൽ ബൊറൂട്ടോ നീ ഒരു മണ്ടനാണ്, എല്ലാവരെയും പെട്ടെന്ന് നീ കണ്ണടച്ച് വിശ്വസിക്കും. ആരുടെ ഉള്ളിലെ ചതി അത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഹോസ്പിറ്റലിലെത്തി അവളോട് സംസാരിച്ചപ്പോൾ തന്നെ അവളുടെ ഉള്ളിലെ ചതിയും വഞ്ചനയും ഞാൻ തിരിച്ചറിഞ്ഞതാണ്. പക്ഷെ നിനക്ക് മാത്രം അതിപ്പോഴും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ ക്ലാസ് റെപ്പ് പെണ്ണിനെ കാണിക്കും. അവളാണെങ്കിൽ ബൊറൂട്ടോ പറഞ്ഞത് കേട്ട് ഒരുപാട് വിഷമത്തില് അങ്ങനെ നിൽക്കാണ്. ഉടനെ പതിയെ പതിയെ അവളുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന ആ ഒരു മോൺസ്റ്റർ പവർ അത് പുറത്തേക്ക് പോകാൻ തുടങ്ങും. പക്ഷെ അവൾക്ക് വീണ്ടും ഇപ്പൊ അവളുടെ പപ്പയെക്കുറിച്ച് ഓർമ്മ വരും. അടുത്ത സെക്കൻഡ് അവൾ ആനിമലിനെ ക്രിയേറ്റ് ചെയ്ത് തറപ്പിച്ചു പറയും, എന്തൊക്കെ സംഭവിച്ചാലും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് എന്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാലും എന്റെ അച്ഛന്റെ റിവഞ്ച് അത് ഞാൻ എന്നിലൂടെ പൂർത്തിയാക്കിയിരിക്കും. ക്ലാസ് റെപ്പാണെങ്കിൽ ഇപ്പൊ ആ ബേസ്റ്റിനോട് എന്തൊക്കെയോ പറയാൻ തുടങ്ങും. പക്ഷെ അതാണെങ്കിൽ അവൾ പറയുന്ന ഒന്നും കേൾക്കാതെ അവളുടെ അടുത്ത് വന്ന് കൊഞ്ചി കുറുവാൻ തുടങ്ങും. അവൾക്ക് ടെൻഷൻ അത് കൂടാനായിട്ട് ആരംഭിക്കും. നിനക്ക് എന്താ പറ്റിയേ, നോക്കി നിൽക്കാതെ അവരെ അറ്റാക്ക് ചെയ്യേ. ഉടനെ ബൊറൂട്ടോ പറയും, നിന്നെ അത് കാണുന്നത് അതിന്റെ അച്ഛനും അമ്മയായിട്ടാണ്, നിന്നോട് അതിന് ഒരുപാട് സ്നേഹമാണ്. സോ നിന്റെ അമ്മയെ പോലെ കാണുന്ന ആ ഒരു മൃഗത്തെ നീ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ അച്ഛൻ പറയുന്നത് കേട്ട് ഇത്രയും നാളും നീ ഒരു ടൂളായിട്ട് ജീവിച്ചു, ഇപ്പൊ നീയും ആ പാവം മൃഗത്തെ ഒരു ടൂളാക്കാൻ നോക്കുകയാണോ? അത് കേട്ട് അവൾക്ക് സഹിക്കാനായിട്ട് കഴിയില്ല. അവള് നോ എന്നലറും. ആ ഒരു അലർച്ചയില് അവളുടെ പപ്പ അവളുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സീലിംഗ് തന്നെ തകർന്നു പോവും. അടുത്ത സെക്കൻഡ് ഇപ്പൊ ഡയമെൻഷൻ അത് തകരാനായിട്ട് തുടങ്ങും. മീറ്റ്സി ആണെങ്കിൽ ബൊറൂട്ടോയും തൂക്കിയെടുത്ത് അവിടുന്ന് രക്ഷപ്പെടും. അപ്പ ക്ലാസ് റെപ്പ് അവൾ ഒരുപാട് വിഷമത്തില് അവളുടെ അമ്മയെ ആലോചിക്കുകയാണ്. ഞാൻ ആക്ച്വലി അക്കാദമിയിൽ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് പഠിച്ചതും ഫ്രണ്ട്സിനോടൊപ്പം കളിച്ചു നടന്നതും. അപ്പ അവളുടെ അമ്മ അവളുടെ അടുത്ത് പറയും, ഒരു കാരണവശാലും നീ ഞങ്ങൾ ചെയ്ത തെറ്റ് അത് നിന്നിലൂടെ മുൻപോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അവൾ പതിയെ കണ്ണു തുറന്ന് മുൻപിലേക്ക് നോക്കും. ബൊറൂട്ടോ തിരിച്ചു വന്ന് അവളുടെ നേർക്ക് കൈ നീട്ടി നിൽക്കുകയാണ്. ഒരു കാരണവശാലും ഞങ്ങളുടെ ക്ലാസ് റെപ്പിനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ആ ഒരു ആനിമലിന്റെ പുറത്ത് കയറി അങ്ങനെ സ്പീഡിൽ പുറത്തേക്ക് പോകും. നമ്മുടെ ആൾക്കാർ സ്പീഡിൽ വന്ന് ആ പോർട്ടലിന്റെ തൊട്ടടുത്ത് എത്തുമ്പോഴേക്കും പോർട്ടൽ ക്ലോസ് ആവും. പുറത്താണെങ്കിൽ ഷിക്കഡൈൻ ടീമും ബൊറൂട്ടോ എവിടെയാണ് ഉള്ളതെന്ന് അറിയാതെ അങ്ങനെ ബഹളം വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ബൊറൂട്ടോ അവനവന്റെ കൈ ചുരുട്ടി ഒരൊറ്റ ഇടിയിടിക്കും. ആ ഒരു ഇടിയില് പോർട്ടൽ ക്രിയേറ്റ് ആയി അവർ 3 പേരും പുറത്തേക്ക് ചാടി വരും. അതേസമയം പുറത്ത് ഡെങ്കി മീറ്റ്സിയുടെ ഒരു കുഞ്ഞൻ പാമ്പിനെ കാണും. അപ്പൊ കറക്റ്റ് ടൈം നമ്മുടെ ആൾക്കാര് ആ ഒരു ഡയമെൻഷനിൽ നിന്ന് പുറത്തേക്ക് വീഴും. അവരെ കണ്ടതും സായും ടീമും അവിടേക്ക് വരും. സായ് ക്ലാസ് റെപ്പിനോട് പറയും, നീയും നിന്റെ പാരൻസും പോയ അതേ വഴിയിലൂടെ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഞാനും പോയിക്കൊണ്ടിരുന്നത്. നിന്റെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്ത് ഞാൻ നിന്നെ നോർമലാക്കി മാറ്റാന്ന് പറഞ്ഞ് അവളെയും കൂട്ടി സായ് മുൻപോട്ട് പോവും. അപ്പൊ ആ ഒരു ആനിമല് അത് വീണ്ടും അവളുടെ അടുത്തേക്ക് തന്നെ വരും. അവൾ അതിനെ അവളുടെ ലെഫ്റ്റ് ഹാൻഡില് അങ്ങനെ സീൽ ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മുടെ ചെക്കന്മാര് അവർ ഉഷാറായിട്ട് ട്രെയിനിന്റെ മുകളിലൊക്കെ കയറി അക്കാദമിയിലേക്ക് പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.